ശ്രീ സജീവ് ജോസഫ്, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സർ, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്നത്തെ നമ്മുടെ നാടിനെ രൂപപ്പെടുത്തുന്നതിൽ എക്കാലത്തും നിർണായകമായ പങ്കാണ് PWD വഹിച്ചിട്ടുള്ളത്. സർ, എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നൂതനമായിട്ടുള്ള ആധുനികമായിട്ടുള്ള നിലവാരത്തിലേക്ക് നമ്മുടെ ഈ PWD പ്രവർത്തികളെ എത്തിക്കുന്ന രംഗത്ത് നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ് സർ. ബഹുമാന്യനായ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൽ നമുക്കെല്ലാം നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുമൊക്കെ പ്രത്യേകിച്ചൊരു യുവ മന്ത്രി എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാം നോക്കിക്കണ്ടത്. പക്ഷേ നാളിതുവരെയായി, കഴിഞ്ഞ 4 വർഷമായി പൊതുമരാമത്ത് രംഗത്ത് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയിപ്പിക്കുന്ന രംഗത്ത് വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. സാർ, റോഡുകളുടെ കാര്യം ഏറ്റവും പ്രധാനമായി ചർച്ചയിൽ വരുന്നത് റോഡിൻ്റെ കാര്യം. നമുക്ക് നിരവധിയായ റോഡുകളുടെ നിർമ്മാണം ആവശ്യമാണ്, നവീകരിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡ് PWD ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയായി പുതിയ റോഡുകളൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. മുൻപ് ഏറ്റെടുത്ത റോഡുകൾ തന്നെ ആ റോഡുകളുടെ നവീകരണം നമുക്ക് സാധ്യമാകുന്നില്ല. ഓരോ ബഡ്ജറ്റിലും അനുവദിക്കുന്ന തുക അത് ചെലവഴിച്ച് ആ റോഡിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. സാർ, 2022-23 ബഡ്ജറ്റിൽ അനുവദിക്കപ്പെട്ട ഒരു റോഡിൻ്റെ പദ്ധതി എൻ്റെ മണ്ഡലത്തിൽ തന്നെയുണ്ട്, കുടിയാമല വെള്ളാട് റോഡ്. സാർ, ഇന്ന് വരെ അതിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടില്ല. 22-23 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. 24-25 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മറ്റൊരു റോഡുണ്ട് എൻ്റെ മണ്ഡലത്തിൽ, ഉദയഗിരി അരിവളഞ്ഞുപോയി റോഡ്. സാർ, ഞാനിത് ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്. ഇന്ന് വരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തത് അത് എന്തുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്ത് പല ഇടങ്ങളിലും അത് നടക്കുകയാണ്. സാർ, നിർമ്മാണം ആരംഭിച്ച പല റോഡുകളും കരാറുകാർ അത് സമയത്തത് പൂർത്തീകരിക്കാതെ അത് വളരെയേറെ നീണ്ടുപോവുകയാണ്, വല്ലാത്ത ഡിലേ ഉണ്ടാകുകയാണ്. പലപ്പോഴായി ഇതിനു വേണ്ടി MLA മാർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ തീരുമാനം എന്താകുന്നു, നടപ്പിലായോ എന്ന കാര്യം ഒരു പരിശോധന ഇവിടെ നടക്കുന്നില്ല. പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത് പല പ്രവൃത്തികളും ചെയ്ത് ദയനീയമായി പരാജയപ്പെട്ട അല്ലെങ്കിൽ പൂർത്തീകരിക്കാത്ത, സർക്കാരിനെയും ജനങ്ങളെയും കബളിപ്പിച്ച കരാറുകാർ, ആ കരാറുകാരെ സമയത്ത് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ സർക്കാരിൻ്റെ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് കഴിയുന്നില്ല. പലപ്പോഴും PWD ഉദ്യോഗസ്ഥന്മാർ വളരെ നല്ല ഉദ്ദേശത്തോടെ അത്തരക്കാരെ ഉൾപ്പെടുത്താതെ ശ്രദ്ധിക്കുമ്പോൾ അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി പ്രത്യേകമായി ഓർഡർ വാങ്ങി വരികയാണ്, അവർക്ക് അനുകൂലമായ വിധി വാങ്ങി വരികയാണ്. കാരണം അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ല. സാർ, ഇങ്ങനെ ഗുരുതരമായ വീഴ്ച വരുത്തിയ, പല നിർമ്മാണ പ്രവൃത്തിയും വഴിയിലിട്ടുപോയ, നിലച്ചുപോയ, അതിന് ഉത്തരവാദികളായിട്ടുള്ള കരാറുകാരെ സമയത്ത് തന്നെ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള നടപടി എന്തേ സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? എവിടെയാണ് ഇതിൻ്റെ പോരായ്മ? ഇത് കണ്ടെത്തി പരിഹരിക്കേണ്ടതില്ലേ? ഇതിൽ രാഷ്ട്രീയമുണ്ടോ? അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു നേതൃപരമായിട്ടുള്ള പിഴവ് സംസ്ഥാന തലത്തിലും വകുപ്പിൻ്റെ എല്ലാ തലങ്ങളിലും വളരെ പ്രകടമാണ്. ഇവിടെ നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ PWDയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഒരു കമ്മിറ്റി ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചു. ഞങ്ങളൊക്കെ അതിനെ സ്വാഗതം ചെയ്തു. ഞങ്ങളൊക്കെ ആ യോഗങ്ങൾ കൃത്യമായി അതാത് മാസം ഞങ്ങൾ കൂടാറുണ്ട്. പലപ്പോഴും അത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകാറുമുണ്ട്. പക്ഷേ
പുതിയ ഒരു ആശയമെന്ന നിലയിൽ അതും 100% പൂർണ്ണതയിലെത്തിക്കാനുള്ള ഒരു ശ്രമം ഉള്ളതായിട്ട് കാണുന്നില്ല. കാരണം പല തീരുമാനങ്ങളും സമയത്ത് നടക്കുന്നില്ല. ആ അവലോകനം അസംബ്ലി തലത്തിൽ നടക്കുമ്പോൾ തന്നെ ഈ 140 മണ്ഡലങ്ങളിലെയും അവലോകനങ്ങളെ സംബന്ധിച്ച് അത് കൃത്യമാണോ നടക്കുന്നത്, അതിൻ്റെ പുരോഗതിയുണ്ടോ, പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ എന്തൊക്കെ എന്നതിനെ സംബന്ധിച്ച് കണ്ടെത്തി ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണത കൈവരിക്കാനുള്ള നടപടി ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. സർ, റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് മതിയായ തുക ബഡ്ജറ്റിൽ നീക്കിവെക്കുന്നില്ല. നമുക്കറിയാം, ബഡ്ജറ്റിൽ അനുവദിക്കുന്നതും മറ്റ് പ്രത്യേക പദ്ധതികൾ അനുവദിക്കുന്നതുമൊക്കെ ഇപ്പോൾ മെക്കാഡൻ ടാറിങ്ങാണ്, BMBC ആണ്. അല്ലാതെയുള്ള നിർമ്മാണങ്ങളൊന്നും ഇക്കാലത്ത് അനുവദിക്കപ്പെടുന്നില്ല. മറ്റുള്ള അങ്ങനെ അനുവദിക്കുന്ന റോഡുകൾ നമുക്കറിയാം, അതിൻ്റെ തുക, അതിൻ്റെ ചെലവ് കൂടുതലായതുകൊണ്ട് ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് തീർക്കാൻ സാധിക്കുന്നത്. എൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ PWD റോഡുകളുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു ചെറിയ ഒരു വർക്ക് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. മറ്റ് പല മണ്ഡലങ്ങളിലും അത് തന്നെയാണ് എന്ന് നമുക്കറിയാം. സാർ, ഞാൻ ചോദിക്കുന്നത്, ചെലവ് കൂടിയ ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ മറ്റ് റോഡുകൾ താറുമാറായി കിടക്കുന്ന ഈ ഘട്ടത്തിൽ, അനേകം റോഡുകൾ നവീകരിക്കേണ്ട ഈ ഘട്ടത്തിൽ നമുക്ക് ഈ ഇപ്പോൾ നിലവിലുള്ള റീടാറിംഗ് സംവിധാനം മാത്രം മതിയോ? ഇപ്പോൾ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് കീറിയ കോട്ട് തേച്ച് പിടിപ്പിക്കുന്ന പോലെയാണ്, തയ്ച്ചു പിടിപ്പിക്കുന്ന പോലെയാണ് കേരളത്തിലെ റോഡുകളുടെ ഇന്നത്തെ അവസ്ഥ. അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള എന്താണ് നമ്മുടെ സമീപനം എന്നതിനെ സംബന്ധിച്ച് PWD മിനിസ്റ്റർ പറയണം. കാരണം എല്ലാ റോഡുകളും നമുക്ക് BMBC ആക്കാൻ കഴിയില്ല, നമുക്കറിയാം. പക്ഷേ എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ? ഈ റീടാറിങ്, നിലവാരമില്ലാത്ത റീടാറിങ്, എല്ലാ വർഷവും റീടാറിങ് നടക്കേണ്ട അവസ്ഥ, ആ റീടാറിങ് തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത അവസ്ഥ, അതിലെ ഗുണനിലവാരക്കുറവ്, ഇതൊക്കെ വളരെ കൃത്യമായി ആലോചിച്ച് പ്രഖ്യാപിക്കേണ്ട, കൃത്യമായ തീരുമാനമെടുക്കേണ്ട, അത് സംബന്ധിച്ചിട്ട് ഒരു നയം തന്നെ സർക്കാർ ഇവിടെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. സർ, ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി ആലോചിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലും മറ്റ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന രംഗത്തുമൊക്കെ രാഷ്ട്രീയപരമായ വിവേചനം വളരെയുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടുതൽ രാഷ്ട്രീയം ഇക്കാര്യത്തിലൊക്കെ കാണുന്നത് ഞങ്ങൾക്കൊക്കെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ CMD മീറ്റിംഗ് സർക്കാർ പ്രഖ്യാപിച്ചു, ഞങ്ങളൊക്കെ സഹകരിച്ചില്ലേ, ഞങ്ങളൊക്കെ യോഗം വിളിക്കുന്നില്ലേ? പക്ഷേ മർമ്മപ്രധാനമായ ഒരു കാര്യം വരുമ്പോൾ ജനപ്രതിനിധികൾ പോലും അറിയാതെയാണ് പല കാര്യങ്ങളും ഇവിടെ തീരുമാനിക്കപ്പെടുന്നത്. പാർട്ടി കമ്മിറ്റികളാണ് തീരുമാനിക്കുന്നത്, പാർട്ടി ഓഫീസുകളിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ തീരുമാനിക്കുന്നത്. സാർ, ഇതൊക്കെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. മുഹമ്മദ് റിയാസിനെ പോലെ ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മന്ത്രി ആ നിലവാരത്തിലേക്ക് പോകുന്നത് തീരെ ശരിയല്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചും നമുക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു വകുപ്പല്ലേ ടൂറിസം. കോവിഡിന് ശേഷം വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയ്ക്കും ഒരു തുല്യമായ ഒരു പരിഗണന. ഇപ്പോൾ അറിയപ്പെടുന്ന ചില ടൂറിസം കേന്ദ്രങ്ങളെ മാത്രം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ സാധ്യതയുള്ള ടൂറിസം കേന്ദ്രങ്ങളെ അവഗണിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ ഒരു പ്രവർത്തനമില്ല, ഒരു കോർഡിനേഷൻ ഇല്ല, റിവ്യൂ ഇല്ല. ജില്ലാതലത്തിൽ പോലെ ഇന്ന് വരെ കണ്ണൂർ ജില്ലയിൽ ഇന്ന് വരെ ഈ 4 വർഷമായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ടൂറിസം വകുപ്പിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അത് അന്വേഷിച്ചിട്ടുമില്ല. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെ കൂടി അത് എന്ത് നടക്കുന്നു, അത് പഴയതിനേക്കാൾ വളരെ മോശം അവസ്ഥയാണ്. എൻ്റെ മണ്ഡലത്തിലെ പാലക്കേന്തട്ട് എന്ന് പറയുന്ന സ്ഥലം, അവിടെ 4000-5000 ആളുകൾ വന്നുകൊണ്ടിരുന്ന ആ ടൂറിസം കേന്ദ്രത്തിൽ ഇന്നിപ്പോൾ 1000-1500 ആളുകളാണ് വരുന്നത്. കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയാണ്. ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമാണ്. സാർ, എല്ലാ മേഖലയ്ക്കും ഒരു സന്തുലിതമായിട്ടുള്ളൊരു വികസനമാണ് ടൂറിസം രംഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് ടൂറിസം വകുപ്പിനെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി അത് ഏറ്റെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഭൂനികുതിയുടെ കാര്യത്തിൽ കൂടി ഒരു വാക്ക്. ഭൂനികുതി വർദ്ധിപ്പിച്ചത് അടിയന്തരമായി പിൻവലിക്കണം. ചുരുങ്ങിയ പക്ഷം പഞ്ചായത്തുകളിലെ ഭൂനികുതി അടയ്ക്കുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാം, അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് 1 രൂപ പോലും വരുമാനമില്ല. വന്യമൃഗശല്യം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല.
അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം അവിടുത്തെ കൃഷി അസാധ്യമായ സാഹചര്യത്തിൽ ഒരു വരുമാനം പോലും ഇല്ലാത്ത കർഷകരോട് അവരോട് 50% ഇരട്ടി നികുതി വാങ്ങുന്നത് അത് തികഞ്ഞ വഞ്ചനയാണ്, ജനവഞ്ചനയാണ്. അതുകൊണ്ട് പഞ്ചായത്തുകളിൽ എങ്കിലും ഭൂനികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.